പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ സൈന്യം അതിമാരകമായ രാസായുധം പ്രയോഗിച്ചതായുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. പ്രക്ഷോഭകളെ അടിച്ചമർത്താൻ വേണ്ടി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രക്ഷോഭകർക്ക് നേരെ പ്രയോഗിച്ചത് കേവലം റോക്കറ്റുകളോ മിസൈലുകളോ മാത്രമല്ല, ഏറ്റവും മാരകമായ രാസായുധങ്ങളാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ ജനുവരി മാസം 8-ാം തീയതിയും 9-ാം തീയതിയും ഇറാനിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ സൈനികർ ഉപയോഗിച്ചത് ലോകത്ത് തന്നെ നിരോധിക്കപ്പെട്ട ഏറ്റവും മാരകമായ രാസായുധങ്ങളായിരുന്നു. ഈ രാസായുധങ്ങൾ പ്രയോഗിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇറാനിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. നിലവിൽ 20,000-ത്തിലധികം ആളുകൾ കഴിഞ്ഞ 18-19 ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി വിലക്കയറ്റം മൂലവും അതുപോലെ തന്നെ കറൻസിയുടെ വിലയിടിവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളായി അരങ്ങേറിയിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇറാനിലെ വ്യാപാരികളും വ്യവസായികളും കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചത്.